പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ശക്തന്റെ മണ്ണിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്നു. വലിയ തോതിൽ സദസ്സ് നിറഞ്ഞു നിൽക്കുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളെ വേദിയിൽ എത്തിച്ചിട്ടുണ്ട്. ശോഭന, ബീന കണ്ണൻ, മറിയക്കുട്ടി അടക്കമുള്ള ആളുകൾ വേദിയിലുണ്ട്. പ്രധാനമന്ത്രി എന്താകും ഇനി സംസാരിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയമാണ്. പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. തീർച്ചയായും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു അനൗദ്യോഗിക പ്രഖ്യാപനം കൂടി ഇന്ന്, അല്ലെങ്കിൽ പരോക്ഷമായ ഒരു പ്രഖ്യാപനമെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. അത് ഉറപ്പാക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ഇതുവരെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു. പി ടി ഉഷ അടക്കമുള്ളവർ, മിന്നുമണി അടക്കമുള്ളവർ വേദിയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 33% സ്ത്രീ സംവരണം ഉറപ്പാക്കിയ നേതാവ് എന്ന് പ്രകീർത്തിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. റോഡ് ഷോയിൽ ഇരുവശത്തും തിങ്ങി നിറഞ്ഞ ജനങ്ങളെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. തീർച്ചയായും ഇന്നലെ തമിഴ്നാട്ടിലും പിന്നീട് ലക്ഷദ്വീപിലും ഒടുവിൽ കേരളത്തിലും ഈ 2 ദിവസത്തെ സന്ദർശനം, കേരളത്തിലെ തൃശ്ശൂരിലെ ഈ പരിപാടിയോടുകൂടി പൂർത്തിയാക്കി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. തൃശ്ശൂരിലെ ഈ പൂരനഗരിയിൽ അദ്ദേഹത്തിനായി മിനി പൂരവും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ 4-5 മാസത്തിനകം സംഭവിക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ അനൗദ്യോഗിക തുടക്കമായി തന്നെ വിലയിരുത്താൻ കഴിയും. രാഗിൻ, പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് ഈ സമയം പ്രതീക്ഷിക്കുന്നത് അണികൾ? സാദരം ക്ഷണിക്കുന്നു. ഇപ്പോൾ വേദിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. എന്തായാലും ഇവിടേക്ക് അദ്ദേഹം എത്തിയപ്പോൾ ഇരുവശങ്ങളിൽ നിന്ന് പ്രവർത്തകർ വലിയ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ഏർപ്പെടുത്തിയത്. അതിനുശേഷം പ്രധാനമന്ത്രി അവർക്ക് നടുവിലൂടെ, പ്രവർത്തകർക്ക് നടുവിലൂടെ, മഹിളാ പ്രവർത്തകർക്ക് നടുവിലൂടെ അദ്ദേഹം നടന്ന് നീങ്ങി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വേദിയിൽ സുരേഷ് ഗോപിയുണ്ട്, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട്, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ. ശബ്ദത്തിൽ വ്യക്തതയില്ല. രാഗിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ പ്രധാനമന്ത്രി വേദിയിലേക്ക് നടന്നടുക്കുകയാണ്. हर कोई चप्पे चप्पे पर अपनी जगह बनाने की कोशिश करता रहा कि वो प्रधानमंत्री को. നേരത്തെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലെത്തി. അവിടെ നിന്നും റോഡ് ഷോയായാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് അദ്ദേഹം എത്തിയത്. കനത്ത സുരക്ഷാ വലയമാണ് തീർത്തിരിക്കുന്നത്. വിവിധ സെക്ടറുകൾ തിരിച്ചാണ് ഈ സമ്മേളനത്തിനെത്തിയ ആളുകൾക്കുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വേദിയിൽ ശോഭന, പി ടി ഉഷ, മിന്നുമണി തുടങ്ങിയ പ്രമുഖർ വേദിയിലുണ്ട്. BJP പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പ്രധാനമന്ത്രിയിലൂടെ തന്നെ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നു. അത് മഹിളാ സംഗമത്തിൽ അദ്ദേഹം എത്തുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇത്തവണ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന സുരേഷ് ഗോപി മത്സരരംഗത്തുണ്ടാകുമോ, അത് കനത്ത ത്രികോണ പോരാട്ടമായി തൃശ്ശൂർ മണ്ഡലത്തിലെ മത്സരം മാറുമോ എന്ന് എല്ലാ രാഷ്ട്രീയ അണികളും ഉറ്റുനോക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും ഉറപ്പ് നൽകുന്ന ഒരു വാക്കുകൾ ഇന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായേക്കാം. ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും അദ്ദേഹം തന്നെയായിരിക്കും തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി മുഖം എന്ന് തന്നെയാണ്. എന്തായാലും വളരെ വേഗത്തിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുന്നുണ്ട്, അതിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായി തന്നെ ഇന്നത്തെ ഈ പരിപാടിയെ കാണാം. ശേഷം അദ്ദേഹം ചിലരുമായി, ചില നേതാക്കളുമൊക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങളും ഉണ്ടാകും, ചർച്ചകളും ഉണ്ടാകും. അതിനുശേഷമാണ് പ്രധാനമന്ത്രി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുക. അദ്ദേഹം വേദിയിൽ എത്തിക്കഴിഞ്ഞു. പെൺമകുളങ്ങൾ പൂവാകാൻ സ്വരവിര സുന്ദര ജീവിതമേകാൻ സുഗന്ധ
വേദിയിലുള്ളവരുടെ എല്ലാം അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചും അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം വേദിയിൽ സദസ്സിനെ കൈവീശി കാണിക്കുകയാണ്.